الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب من സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ചത് ഇൽമിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് പ്രമാണിച്ചിട്ടായിരിക്കാം അദ്ദേഹം ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. മറ്റു മിമ്പറുകളിലെല്ലാം സൗദി അറേബ്യയിൽ ഇതേ വിഷയം തന്നെയായിരിക്കാം ഈ ദിവസത്തിൽ സംസാരിച്ചത്. ഏതായാലും ഇൽമ് അത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഭാഗമാണ്. എത്ര കണ്ട് അജ്ഞത വ്യാപകമാകുന്നുവോ അത്ര കണ്ട് മനുഷ്യൻ ഇസ്ലാമിൽ നിന്നിട്ട് പിന്തിരിയുകയും ദൂരപ്പെടുകയും ചെയ്യുന്നു. എത്ര കണ്ട് വിജ്ഞാനം വ്യാപകമാകുന്നുവോ അത്ര കണ്ട് മനുഷ്യന് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. വിജ്ഞാനം ഉള്ളവരും ഇല്ലാത്തവരും തുല്യരല്ല എന്ന അള്ളാഹുവിന്റെ വാക്കുകൊണ്ടാണ് മക്ക ഇമാം ആരംഭിച്ചത്, ഞാൻ ആരംഭിച്ചതുപോലെ. അള്ളാഹു ചോദിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? മഹാചോദ്യമാണ് ഇത്. അത് മഹാ ചിന്തിക്കേണ്ട കാര്യമാണ്. അചഞ്ചലമായ എന്ന് പറഞ്ഞാൽ കടലും കടലാടിയുമായ തമ്മിലുള്ളതായ വ്യത്യാസം പോലെ, ആകാശം ഭൂമി പോലെ, കറുപ്പ് വെളുപ്പ് പോലെ, രാത്രി പകൽ പോലെ വളരെ വ്യത്യാസപ്പെട്ട ഒന്നാണ് അറിവില്ലായ്മ, അറിവ് എന്നത്. അപ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും തുല്യരല്ല. അറിവുള്ളവർ അറിവിലൂടെ ആ അറിവിനെ സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിച്ച് അതുകൊണ്ട് അമൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഗ്രേഡ് ഉയരുകയും സ്ഥാനം ഉയരുകയും ദുനിയാവിലും ആഖിറത്തിലും അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പദവി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതേസമയത്ത് അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സന്ദർഭത്തിലും ഏത് അപകടത്തിലും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശിർക്കിൽ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്തിൽ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ ശിർക്കിനുള്ളതായ കാരണം അത് അജ്ഞതയാണ്. അജ്ഞതയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ്, അറിവില്ലായ്മയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ് ശിർക്ക് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പഠിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അള്ളാഹുവിനെ വേണ്ടതുപോലെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് അള്ളാഹുവിന് നൽകേണ്ടതായ എല്ലാ അവകാശങ്ങളും നൽകുന്നവനാരാണ്? അവൻ പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. അറിവുള്ളവെന്ന് പറയുമ്പോൾ കോളേജുകളിൽ നിന്നിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് ഡോക്ടറേറ്റ് എടുത്തോളണമെന്നില്ല. ദീൻ പഠിക്കുക എന്നതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അവന്റെ മതത്തെക്കുറിച്ച് അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ അനിവാര്യമായ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുക, അതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. അതിലൂടെ അവനെ മോചിപ്പിക്കാൻ സാധിക്കുന്നു, അവന്റെ പരിസരത്തെ മോചിപ്പിക്കാൻ സാധിക്കുന്നു, അവന്റെ കുട്ടികളെയും സന്താനങ്ങളെയും രക്ഷിപ്പിക്കാൻ സാധിക്കുന്നു. അവന് അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ദുനിയാവിൽ നിന്നിട്ട് തന്നെ ജീവിക്കാൻ സഹായകമാകുന്നു. പരലോകത്തിൽ അവന് വിജയിയാവാനും അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് തൗഫീഖ് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് വിജ്ഞാനത്തിലൂടെ നേടുന്നതായ പ്രത്യേകത. അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടൽ ആരായിരിക്കും? അവന്റെ അടിമകളിൽ പണ്ഡിതന്മാരാണ്. ഇന്നമ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നാണ്, ഹസറാണത്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നവര് അവര് പണ്ഡിതന്മാര് മാത്രമാണ്. അപ്പോൾ ഈ പാണ്ഡിത്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനിനെ കുറിച്ചുള്ള പാണ്ഡിത്യമാണ്. മറ്റു പാണ്ഡിത്യം ഇസ്ലാം വിരോധിക്കുന്നതോ നിഷേധിക്കുന്നതോ അല്ല, മറിച്ച് അള്ളാഹുവിനെ പഠിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും മനസ്സിലാക്കുക. ഈ മനുഷ്യൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്, എന്താണ് അവന്റെ ഡ്യൂട്ടി, അവൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, അവൻ എവിടുന്നാണ് വന്നത്, അവൻ എവിടേക്കാണ് പോകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, ഉൾക്കൊള്ളുക എന്നീ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതായ ഇൽമ്. ആ ഇൽമിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെടൽ ആരായിരിക്കും? അവർ പണ്ഡിതന്മാർ മാത്രമായിരിക്കും. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനെ പഠിക്കേണ്ട ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അവന് അള്ളാഹുവിനെ ഭയപ്പെടാൻ അതിലൂടെ സാധിക്കുന്നു. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അള്ളാഹിനെ കുറിച്ച് പഠിച്ചവർ മാത്രമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഖുർആന്റെ പല ശൈലികളിൽ ഇൽമുള്ളവരും ഇൽമില്ലാത്തവരെയും ജാഹിലീങ്ങളായ ആളെയും ആലിമീങ്ങളായ ആളെയും എല്ലാം തുല്യപ്പെടുത്തുന്നത് ഒന്ന് കുരുടനാണ്, ഒന്ന് കണ്ണുള്ള ആളാണ് എന്ന രൂപത്തിലാണ്. അപ്പോൾ കുരുടനോട് തുല്യരാണ് ആര്? അറിവില്ലാത്തവർ. കണ്ണുള്ളവരോട് തുല്യരാണ് അറിവുള്ളവർ. അതുകൊണ്ട് തന്നെ മക്ക ഇമാമ് ഇൽമിന്റെ വിഷയത്തിനെ കുറിച്ച് ഇൽമ് വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മതവിദ്യാർത്ഥികളായ വിദ്യാർത്ഥികളാവട്ടെ ഏത് വിദ്യാർത്ഥികളാവട്ടെ, അവർ ഇൽമ് തേടുക, ഇൽമ് സമ്പാദിക്കുക എന്നത് അവർക്ക് നേട്ടമാണ്, അവർക്ക് ഗ്രേഡ് കൂടുന്നതാണ്, അവർക്കത് മഹാഭാഗ്യമാണ് അതിലൂടെ ലഭിക്കുക. അവർക്ക് സ്വയം നഫ്സിനെ ഖിദ്മത്തെടുക്കുവാനും സ്വയം നഫ്സിനെ അള്ളാഹിലേക്ക് അടുപ്പിക്കുവാനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുത്തിട്ട് അതിലൂടെ അവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കുവാനും, അതുപോലെ തന്നെ മറ്റു ഇതര വിദ്യാഭ്യാസങ്ങളാണെങ്കിൽ, മതവിദ്യാഭ്യാസമല്ലാത്ത വിദ്യാഭ്യാസങ്ങളാണെങ്കിൽ അതിലൂടെയെല്ലാം ഉമ്മത്ത് മുഹമ്മദിന്റെ പുരോഗതിക്ക് അനിവാര്യമായതായ ഇൽമുകളൊക്കെ അവർക്ക് അതിലൂടെ ശേഖരിച്ചിട്ട് ഉമ്മത്ത് മുഹമ്മദിനെ സേവിക്കുവാനും അവർക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് ഇൽമും മനുഷ്യന്മാർക്ക് ആവശ്യമുള്ള ഇൽമാണെങ്കിൽ അതിനെയെല്ലാം ഇസ്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇൽമെല്ലാം യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോൾ മക്ക ഇമാമ് സൂചിപ്പിച്ചതുപോലെ, മറ്റു ഇമാമുകളെല്ലാം സൗദി അറേബ്യയിലുള്ളതായ മെമ്പറുകളിലൂടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുലേക്ക് അടുക്കുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ അത് ജനങ്ങളെ സഹായിക്കുന്ന ഇൽമുകൾ, വിജ്ഞാനങ്ങൾ. അതുകൊണ്ട് വിജ്ഞാനങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് പഠിക്കേണ്ടതും, ശരിക്കും ആത്മാർത്ഥമായി പഠിക്കേണ്ടതും, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പഠിക്കേണ്ടതും, ആ പഠിച്ചതായ ഇൽമിനെ സംരക്ഷിക്കാൻ വേണ്ടി പഠിച്ചവർ പരിശ്രമിക്കേണ്ടതും, അത് വികസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും, അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രൂപത്തിലുള്ള ഇൽമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ആണ് എന്നൊക്കെ മക്ക ഇമാം ഉണർത്തിയതായ ഭാഗത്തിൽപ്പെട്ടതാണ്. ഫളുൽ ആലിമി അലൽ ആബിദി കഫളി അലാ അദ്നാകും എന്ന ഹദീസ് അദ്ദേഹം ഓതുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പണ്ഡിതനല്ലാത്തവരെക്കാളുമുള്ളതായ ശ്രേഷ്ഠത ഞാൻ എന്റെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഏറ്റവും താഴ്ന്നവരെക്കാളുമുള്ള എനക്കുള്ള ശ്രേഷ്ഠത പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുപോലെയാണ് അറിവുള്ളവർക്ക് അറിവില്ലാത്തവരെക്കാളും ഉള്ളതായ ശ്രേഷ്ഠത എന്നതായ ഹദീസ് മക്ക ഇമാം ഓതുകയുണ്ടായി. അപ്രകാരം തന്നെ ഇന്നമൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന ഹദീസും മക്ക ഇമാം ഓതിയ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഉലമാക്കൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാര് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പോയ സന്ദർഭത്തിൽ അവരുടെ സമ്പത്തുകളും ഭൗതിക നേട്ടങ്ങളും അല്ല അവർ ഒഴിവാക്കി പോയത്. ഇന്നമാ വറസുൽ ഇൽമ, അവർ ഇൽമിനെയാണ് ഒഴിവാക്കി പോയത്. അപ്പോൾ നബിമാരുടെ അനന്തരാവകാശം ഇൽമാണ്. ആ ഇൽമ് അനന്തരാവകാശം നേടിയെടുക്കുന്നവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരുടെ ബാധ്യത ചെറുതല്ല എന്ന അർത്ഥത്തിലേക്ക് നബിമാരുടെ ബാധ്യത പോലോത്തതായ അതേ ബാധ്യത ആണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരുടെ തലപ്പത്തുള്ളത്. പണ്ഡിതന്മാര് മതപണ്ഡിതന്മാരാണെങ്കിലും ഖുർആനിനെ കുറിച്ചും തിരുസുന്നത്തിനെ കുറിച്ചും പഠിച്ചവരായ പണ്ഡിതന്മാരാണെങ്കിലും പ്രത്യേകിച്ച്. അപ്പോൾ പഠിക്കുന്നവർക്ക് ഇൽമ് ശേഖരിക്കുന്നവർക്ക് അവരുടെ ഇൽമിലൂടെ ഇഹലോകം സമ്പാദിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ഇഹലോകത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ഇഹലോകത്തിൽ പല പല കാര്യങ്ങളിൽ അവർക്ക് പുരോഗതിയിൽ പ്രാപിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഇൽമിലൂടെ അവർ ആത്മാർത്ഥത പുലർത്തുകയാണെങ്കിൽ അത് ഏത് ഇൽമാണ് ആയിരുന്നാലും ശരി, ഇസ്ലാം അനുവദിച്ചതായ രൂപത്തിലുള്ള ഉമ്മത്ത് മുഹമ്മദിനെ സഹായിക്കാൻ പറ്റുന്നതായ അവർക്ക് അനിവാര്യമായ ഏത് ഇൽമ് പഠിക്കുമ്പോഴും അവിടെയെല്ലാം ആത്മാർത്ഥതയോട് കൂടിയാണ് അത് പഠിക്കുന്നതെങ്കിലും അവർ ചെയ്യേണ്ടതായ ബാധ്യത ചെയ്യുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിലും അതിലൂടെ അവർക്ക് ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൽമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവന് ഇവിടെ ജീവിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ റസൂൽ പറഞ്ഞതുപോലെ ബുഖാരിയിലും മറ്റുമുള്ളതായ ഹദീസിൽ ഇദാ മാത ഇബ്നു ആദം, ആദമിന്റെ സന്തതി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, അവന്റെ എല്ലാ അമലുകളും അവനിൽ നിട്ട് മുറിഞ്ഞു കഴിഞ്ഞു. അവന് പിന്നെ ഒന്നും തന്നെ ഖബറിലേക്ക് ലഭിക്കാനില്ല, പരലോകത്തിലേക്കും നേടിയെടുക്കാനില്ല. അവൻ ഇവിടുന്ന് ബരിക്കലോട് കൂടി അവന്റെ ഫയല് പൂട്ടപ്പെട്ടു. അതോടുകൂടി അവന് പിന്നെ സമ്പാദിക്കാൻ സാധിക്കുന്നതല്ല. 3 കാര്യങ്ങൾ ഒഴിച്ച് എന്നാണ് അവന്റെ അമലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അവൻ ചെയ്യുന്നതായ അവന്റെ നേട്ടങ്ങളിൽ നിന്നിട്ട്, അവന്റെ സമ്പാദ്യങ്ങളിൽ നിന്നിട്ട് അവന് ലഭിക്കുന്നതായ അമലുകൾ, ആ പ്രത്യേകത അത് മരണപ്പെടലോടുകൂടി അവസാനിച്ചു. ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത് സദഖത്തുൻ ജാരിയ, അവൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ വഴിയിൽ വല്ലതും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ജാരിയായ സദഖ, പ്രത്യേകിച്ച് വഖഫ് പോലത്തതായ പള്ളി കെട്ടുകയോ മദ്രസ കെട്ടുകയോ അല്ലെങ്കിൽ ഭൂമിയെ വഖഫ് ചെയ്തുകൊണ്ട് യതീമക്കൾക്ക് വിടുകയോ അങ്ങനെ ഏത് രൂപത്തിലുള്ളതായ ജാരിയായ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ, ജാരിയായ സദഖ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം അതുള്ള കാലഘട്ടത്തിൽ അവന് ലഭിച്ചു
പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെട്ടപ്പോൾ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്, ഉമ്മാക്ക് ഫലം കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കാരണത്താൽ സഅദ് ഇവിടെ വെള്ളത്തിന് വേണ്ടി കിണർ കുഴിച്ചു വെച്ചു. കുറെ നൂറ്റാണ്ടുകൾ ആ വെള്ളം ഇവിടെ മദീനവാസികൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു എന്നത് ചരിത്രത്തിൽ കാണാവുന്നതാണ്. പറഞ്ഞു വരുന്നത് സദഖത്തുൻ ജാരിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സദഖ അവന് മരണപ്പെട്ട് കഴിഞ്ഞാലും പ്രതിഫലം കിട്ടിക്കൊണ്ട് ഇരിക്കുന്നതായ ഒന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതാണ്. അതുപോലെ തന്നെ ഔ ഇൽമു യൻതഫിഉ ബിഹി, അവന് നമ്മുടെ വിഷയമാകുന്ന അവന് ഫലം ലഭിക്കുന്നതായ ഇൽമ അവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ആർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തു അവരെല്ലാം അമൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ മനുഷ്യന്, ആ ആലിമായ മനുഷ്യന് അവൻ ചെയ്തതായ പഠിച്ചതായ ഇൽമിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചതിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവന്റെ ഇൽമിലൂടെ അവന് ഖബറിലും അവന് പരലോകത്തിലും അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഖബറിൽ അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ അമല് മുറിയുന്നതല്ല. കാരണം അവന്റെ തിൽമീസമാരെ ജീവിക്കുന്നുണ്ട്, അവർ പഠിപ്പിച്ചു കൊടുത്തവരോട് ജീവിക്കുന്നുണ്ട്. അവർ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അതിന്റെ പ്രതിഫലം അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി, ഖൈറിലേക്ക് നന്മയിലേക്ക് വഴി ചൂണ്ടിയവൻ നന്മ ചെയ്തവനെ പോലെയാണ് എന്ന മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി അവന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇൽമുൻ യൻതഫിഉ ബിഹി എന്നതായ വിഷയം പറയാൻ വേണ്ടിയാണ് ഈ ഹദീസിനെ മക്ക ഇമാം കൊണ്ടുവന്നതായിരിക്കാം. അത് നമുക്ക് വളരെ പാഠം പഠിപ്പിക്കുന്നതായ ഒരു ഭാഗവും കൂടിയാണ്. നാം ഇൽമ പഠിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. നാം മാത്രം പഠിച്ച് നാം മാത്രം അതുകൊണ്ട് അമൽ ചെയ്താൽ പോരാ. നമ്മുടെ പരിസരത്തിൽ നാം പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നാലും വിരോധമില്ല. അത് ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുന്നില്ല എന്ന് കണ്ടാൽ ആ അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിസരത്തിൽ നമ്മുടെ സഹവാസികൾ, സഹജീവികൾ, സഹപ്രവർത്തകർ, അവർക്കെല്ലാം നാം കാണുന്ന നാം പഠിച്ചതായ ഇൽമ അവരുടെ അടുക്കലില്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നത് ഇവിടെ സ്മരണീയമാണ്. അതെ, ഔവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഹദീസിന്റെ പരിപൂർണതയിൽ അവന് സന്താനമുണ്ടെങ്കിൽ, സാലിഹായ സന്താനത്തിന് അവന് വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ സാലിഹായ സന്താനം അവരിലൂടെയാണ് ആ സന്താനം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആ സന്താനത്തിലൂടെ ആ സന്താനം അവന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അവന് ഖബറിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ഹദീസുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വല്ലപ്പോഴും ഇൽമുള്ളവരെ കണ്ടാൽ, താലിബുൽ ഇൽമിനെ കണ്ടാൽ മർഹബൻ ബിയനാബിൽ ഹിക്മ എന്ന് പറയാറുണ്ടെന്നാണ്. സ്വാഗതം, സ്വാഗതം, വിജ്ഞാനത്തിന്റെ ഉറവിടമേ സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വിജ്ഞാനത്തിന്റെ ഉറവിടമാണ് ഇൽമിന്റെ ഉടമ എന്ന് അതിലേക്ക് സൂചനയുണ്ട്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്ന് മക്ക ഇമാം പറയുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു തആല അൻഹു മർഫൂആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ മറ്റൊരു ഹദീസ് കൂടി മക്ക ഇമാം പറയുകയുണ്ടായി, ലാ തഅല്ലമുൽ ഇൽമ ലിതുബാഹു ബിഹിൽ ഉലമ, നിങ്ങൾ ഇൽമ പഠിക്കരുത് ആലിമീങ്ങളുടെ മുമ്പിൽ, പണ്ഡിതന്മാരുടെ മുമ്പിൽ അഭിമാനിക്കാൻ വേണ്ടി ഒരിക്കലും പഠിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണക്കാരോട് തർക്കിക്കാൻ വേണ്ടിയും പഠിക്കരുത്. അതുപോലെ തന്നെ മജ്ലിസുകളിൽ ഇരിക്കുന്നതായ സദസ്സുകളിലെല്ലാം പേരും പെരുമയുള്ള ആയി മാറണം. ഞാൻ ഇന്ന മഹാനാണ്, ഞാൻ ഇന്ന പണ്ഡിതനാണ് എന്നൊക്കെ ജനങ്ങൾ എന്നെ കുറിച്ച് പറയട്ടെ എന്ന തോന്നൽ വരികയാണെങ്കിൽ അത് മഹാ അപകടമാണ്. അങ്ങനെ പഠിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹദീസിന്റെ സമാപനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ ഫഅല ദാലിക ഫന്നാർ അന്നാർ, അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നരകം, നരകം അഥവാ നരകത്തിന് അവൻ സൂക്ഷിക്കേണ്ടതുണ്ട്, നരകത്തിൽ ചെന്നു പോകും, വലിച്ചെറിയപ്പെടും. ഈ രൂപത്തിലാണ് ഒരു മനുഷ്യൻ ഇൽമ പഠിക്കുന്നതെങ്കിൽ, അഥവാ അള്ളാഹുവിന് വേണ്ടി പഠിക്കേണ്ടതായ ഇൽമിനെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം പഠിക്കപ്പെടേണ്ടതായ ഇൽമിനെ ആരെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറളൻ മിനദ് ദുനിയ, അവൻ പഠിക്കുന്നത് ഭൗതിക നേട്ടം നേടാൻ വേണ്ടി മാത്രമാണ്. ശമ്പളം കിട്ടണം, ജോലി കിട്ടണം, ഉദ്യോഗം കിട്ടണം, ഭൗതിക കാര്യങ്ങൾ കരഗതമാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഒരാളത് പഠിക്കുന്നതെങ്കിൽ ലം യജിദ് അർഫൽ ജന്ന, സ്വർഗത്തിന്റെ വാസന ശ്വസിക്കുകയില്ല എന്ന ഹദീസും ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ ഇവിടെ വളരെ നിർബന്ധമായി നാം പഠിക്കേണ്ടത്, മതവിദ്യാർത്ഥികൾ പ്രത്യേകിച്ച്
ഇൻസരിഫു ബിഹി ഉജൂഹന്നാസ് എന്ന പദം വേറൊരു ഹദീസുകളിൽ കാണാം. ജനങ്ങൾ അവനെ കാണട്ടെ, അവനെ ശ്രദ്ധിക്കട്ടെ, അവൻ ശ്രദ്ധേയ മനുഷ്യനായി മാറട്ടെ എന്ന ലക്ഷ്യമാണ് ഒരാൾ ഇൽമിലൂടെ ഉള്ളതെങ്കിൽ, അഥവാ ആത്മാർത്ഥതയില്ല എന്നർത്ഥം. ആ രൂപത്തിലാണ് ഒരാൾ ഇൽമ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ക്ലാസ്സിലേക്ക് പോകുന്നത്, ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഹറമിലേക്ക് പോകുന്നത്, മതവിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ കാണുന്നത്, ജനങ്ങൾ ഇത് കാണട്ടെ, ജനങ്ങൾ ഞാൻ വലിയ പഠിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് എങ്കിൽ ഇവിടെയൊക്കെ ആത്മാർത്ഥതക്ക് അപകടം പറ്റും. ആത്മാർത്ഥത വളരെ അനിവാര്യമാണ്. ലോകമാന്യം കടന്നുകൂടും. ലോകമാന്യം കടന്നുകൂടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാം പഠിക്കുന്ന ഇൽമ് അതെ, അതിലൂടെ ദുനിയാവ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത് ലക്ഷ്യമാവാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിലേക്കാണ്. എന്നല്ലാതെ ഒരാൾ ഇൽമ പഠിച്ചിട്ട് ഉദ്യോഗസ്ഥനാവാൻ പാടില്ല എന്നല്ല ഇവ പറഞ്ഞത്. അപ്പോൾ ഉദ്യോഗസ്ഥനാവലല്ല ഇവിടെ പ്രശ്നം. ഇൽമ പഠിക്കേണ്ടത് അതെന്തിനു വേണ്ടിയാണ്? ആ ഇൽമ പഠിച്ചതിന് ശേഷം അതിലൂടെ അള്ളാഹുലേക്ക് എടുക്കണം. അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി പഠിച്ച് അവന്റെ കഴിവ് കൽപ്പി മനസ്സിലാക്കി പഠിച്ചിട്ട് അതിൽ നിന്നിട്ട് ഉൾക്കൊള്ളേണ്ട തത്വങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കണം. പ്രത്യേകിച്ച് നാം സാധാരണ പറയാറുള്ള ഇൽമിന്റെ പ്രധാനപ്പെട്ട ഇൽമ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്റെ നാഥനെ കുറിച്ച് പഠിക്കലാണ്. അവന്റെ കഴിവ് കൽപ്പി പഠിച്ചിട്ട് അവന് മാത്രം ആരാധനയാക്കി മാറ്റുക, അവനോട് മാത്രം പ്രാർത്ഥനയാക്കി മാറ്റുക, അവന് വേണ്ടി മാത്രം ജീവിച്ചു മരിക്കാൻ വേണ്ടി ഒരുങ്ങുക. അങ്ങനെയുള്ള ഇൽമായി മാറുമ്പോഴാണ് ആ ഇൽമിന് ആസ്വാദനം ഉണ്ടാവുകയുള്ളൂ, ആ ഇൽമ കൊണ്ട് ഫലപ്രദമാവുകയുള്ളൂ, ആ ഇൽമ കൊണ്ട് നരകത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കുകയുള്ളൂ, ആ ഇൽമിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂൽ പറയാൻ കാരണം, ആരെങ്കിലും മനസ്സിലാക്കിയ തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ കൂടി ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ അതിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാധ്യമം അല്ലാഹു സുബ്ഹാനഹു വ തആല വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇൽമ പഠിക്കാൻ വേണ്ടി പോവുക എന്നത് സാധാരണ ഒരു അമലല്ല, മറിച്ച് ആ അമല് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രാധാന്യമുള്ള അമലാണ്. അവന് വേണ്ടി ഇവിടെയുള്ളതായ പറവകൾ, ഇവിടെയുള്ളതായ മത്സ്യങ്ങൾ, ഇവിടെയുള്ള ഭൂമിയുള്ള സർവ്വതും അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നതൊക്കെ മറ്റു ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസം തുടങ്ങുന്നതായ ഈ സന്ദർഭത്തിൽ എല്ലാ വിദ്യാർത്ഥികളും, മതവിദ്യാർത്ഥികളാവട്ടെ അല്ലാത്ത വിദ്യാർത്ഥികളാവട്ടെ, ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് എന്ത്? അവൻ പഠിക്കുന്നതായ ഇൽമ് അവൻ സ്വയം പഠിക്കുകയും അതുപോലെ മറ്റുള്ളവർക്ക് ഫലമുള്ളതായി ആക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ടിയും, അപ്രകാരം തന്നെ അവൻ പഠിക്കുന്നതായ ഇൽമിൽ അത് ആത്മാർത്ഥത ഉണ്ടാവാൻ വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് മക്ക ഇമാം ഉണർത്തിയതായ പ്രധാനപ്പെട്ട ഭാഗം. അത് ഓരോ വിദ്യാർത്ഥികളും ഓരോ മത പണ്ഡിതന്മാരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അവൻ പഠിച്ചതായ ഇൽമിനെ മറച്ചു വെക്കുക എന്നത് അതും മഹാ അപകടമാണ്. അത് അപകടത്തിൽ അപകടമാണ്. പഠിച്ചതായ ഇൽമിനെ അള്ളാഹു ഇറക്കിയതായ കിതാബിനെ മറച്ചു വെച്ചാൽ, അവൻ പഠിച്ചതിനെ മറച്ചു വെച്ചാൽ, അവന് ഹദീസിൽ കാണുന്നത് ചങ്ങല കൊണ്ട്, തീയാലുള്ള ചങ്ങല കൊണ്ട് അവന് ചങ്ങല ഇടപെടും പരലോകത്തിൽ. എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരും ശപിക്കും, ഭൂമിയിലുള്ള എല്ലാവരുടെയും ശാപം അവനിൽ ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഫുർഖാൻ അലീമിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ മറച്ചു വെച്ചവരെ കുറിച്ച് പറഞ്ഞതായ ഭാഗം. അപ്പോൾ പഠിച്ച ഇൽമ മറച്ചു വെക്കാൻ പാടുള്ളതല്ല, മൗനം ദീക്ഷിക്കാൻ പാടുള്ളതല്ല, പൂട്ടിവെക്കാൻ പാടുള്ളതല്ല. പഠിച്ചതായ ഇൽമ അവന്റെ കഴിവനുസരിച്ചിട്ട് ഫലം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, പ്രതിഫലം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ജനങ്ങൾ നന്നാവട്ടെ നന്നാവാതിരിക്കട്ടെ, അവന്റെ കഴിവിന്റെ പരമാവധി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്നതാണ് മക്ക ഇമാം സംസാരിച്ചതിന്റെ ഷോർട്ടായ ഭാഗം. മദീനയിൽ സംസാരിച്ചത് ഡോക്ടർ ഖാലിദുൽ മുഹന്നയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പല വ്യത്യസ്തമായ ഫളായിലുകളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അൻവാഉൽ ഖൈറാത്തുകളുടെ, നന്മകളുടെ കൂമ്പാരങ്ങൾ അദ്ദേഹം, അതിന്റെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അഥവാ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതായ ഉമ്മത്ത് മുഹമ്മദിന് ഖൈറാത്തുകളുടെ, നന്മകളുടെ സുബുലുൽ ഖൈർ തുറന്നു വെക്കുന്നതായ ഒരു ദീനാണ്. അതുകൊണ്ട് തന്നെ ബിർ എന്തെല്ലാം രൂപത്തിൽ ചെയ്തു കൂട്ടാൻ നമുക്ക് ഇസ്ലാമിലൂടെ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവന്റെ ഓരോ നിമിഷം, ഓരോ ശ്വാസോശ്വാസം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവന്റെ ഫലം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നന്മയാണെങ്കിൽ നന്മ, അല്ലെങ്കിൽ അവൻ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ, അവനൊരു മുള്ളു തറച്ചു പോവുകയാണെങ്കിലും അവന്റെ അശ്രദ്ധ കൊണ്ട് മുള്ളു തറച്ചതിന് കാരണത്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ ഞാൻ സംസാരിക്കുന്നതായ ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകിയത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ളതായ സർവ്വ മാധ്യമങ്ങൾ, സർവ്വ അമൽ സാലിഹാത്തുകളിലൂടെ, സർവ്വ നന്മകൾ ചെയ്തതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ ദീൻ നമുക്ക് നൽകുന്നു. അങ്ങനെയുള്ളതായ ആ അമലുകളിൽ പെട്ടതാണ് പലപ്പോഴും നാം ചെയ്യുന്നതായ സദഖകളിലൂടെ നമുക്ക് സ്വന്തം പ്രതിഫലം കിട്ടുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ, ഫക്കീറന്മാരെ, മിസ്കീന്മാരെ, കഴിവില്ലാത്തവരെ, അവശരെ സഹായിക്കാൻ അതിലൂടെ സാധിക്കുന്നു.
അപ്പോൾ നമുക്ക് പലരുടെയും പ്രയാസങ്ങളെ നീക്കുമ്പോൾ അവർ അൽഹംദുലില്ലാ എന്റെ പ്രയാസം നീ കിട്ടിയല്ലോ, ആ പ്രയാസം നീക്കി തന്നതായ വ്യക്തിക്ക് നീ പ്രതിഫലം നൽകണേ റബ്ബേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം നമ്മുടെ അമലുകളെ, നമ്മുടെ സേവനങ്ങളെ, നമ്മുടെ സദഖകളെ, നമ്മുടെ ധർമ്മങ്ങളെ മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നതാക്കി മാറ്റുമ്പോൾ കിട്ടുന്നതായ നേട്ടത്തെക്കുറിച്ചാണ് മദീന ഇമാം ഡോക്ടർ ഖാലിദ് മുഹന്ന ഇന്ന് സംസാരിച്ചത്. അക്കൂട്ടത്തിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ പറഞ്ഞു, അഹ്ലുദ് ദുസൂർ ഉജൂർ കൊണ്ടുപോയല്ലോ റസൂലേ, അഥവാ പണക്കാരൊക്കെ അവർ അള്ളാഹുവിന്റെ വഴിയിൽ പണം ചെലവഴിച്ചിട്ട് അവർ നേടേണ്ടതായ നേട്ടങ്ങൾ ഒക്കെ നേടിയല്ലോ, ഞങ്ങൾ ഫഖീറന്മാരാണ്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ഇവിടുന്ന് അവർക്ക് കിട്ടിയതുപോലെ കിട്ടുന്നു, അവർ നമസ്കരിക്കുന്നു, അവർ നോമ്പ് പിടിക്കുന്നു, അവർ അതോടൊപ്പം സക്കാത്ത് കൊടുക്കുന്നു, അവർ അതോടൊപ്പം ധർമ്മവും ചെയ്യുന്നു, അപ്പോൾ ഞങ്ങൾക്ക് എവിടെയുണ്ട് പ്രതിഫലം അവരെ പോലോത്തത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയുണ്ടായി, നിങ്ങൾ ചെയ്യുന്നതായ സർവ്വ തസ്ബീഹത്തിലും ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, നിങ്ങൾ ചെല്ലുന്നതായ സർവ്വ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ധർമ്മമുണ്ട്. ഫീ കുല്ലി തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൽ സദഖയുണ്ട്. ഫീ കുല്ലി തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ സദഖയുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ സദഖയാണ്, അതൊക്കെ ധർമ്മമാണ്, അതൊക്കെ പ്രതിഫലമാണ്, അതൊക്കെ ഗ്രേഡുകൾ കൂടുന്നതായ ഭാഗമാണ്. ഫീ കുല്ലി തഹ്ലീലത്തിൻ സദഖ, നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിലും ധർമ്മമുണ്ട്, അതിൽ സദഖയുണ്ട്, അതിലൂടെ അള്ളാഹുലേക്ക് ഉയരാനും അള്ളാഹുലേക്ക് അടുക്കാനും സാധിക്കുന്നു. അപ്പോൾ പണക്കാർക്ക് മാത്രം പണം സമ്പാദിച്ചിട്ട് പണം അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തന്നെ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതായ ആ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ സൽക്കർമ്മങ്ങളിലൂടെ, എന്നീ കലിമാത്തുകളിലൂടെ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് സന്തോഷവാർത്ത റസൂലുള്ളാഹി പറയുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅംറു ബിൽ മഅറൂഫി സദഖ, ഇനി നിനക്ക് സമ്പാദ്യമില്ലെങ്കിൽ, നിനക്ക് ജനങ്ങളെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഇൽമിലൂടെ, നിന്റെ അറിവിലൂടെ ജനങ്ങൾക്ക് നന്മ എത്തിച്ചു കൊടുക്കുക, ആ നന്മ വ്യാപകമാക്കുക, അത് സദഖയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. അതുപോലെ തന്നെ നഹിയുൻ അനിൽ മുൻകരി സദഖ, ജനങ്ങളിൽ നിന്നിട്ട് തെറ്റായ കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ത് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ എന്നത് സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ അത് ധർമ്മമായി മാറുന്നു, അത് സദഖയായി മാറുന്നു. വഫീ ബുദ്ഇ അഹദിക്കും സദഖ, റസൂൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ അതുവരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കത് ധർമ്മമായി ഇബാദത്തായി സ്വീകരിക്കുന്നു. ചോദിച്ചു, ഞങ്ങൾ നിന്നിട്ട് ഒരാള് ഞങ്ങളുടെ സ്വന്തം ഭാര്യന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അതിൽ പ്രതിഫലമോ റസൂലെ എന്ന് ചോദിക്കുകയുണ്ടായി. റസൂൽ ചോദിച്ചു, നിങ്ങൾ ആ ചെല്ലുന്നത് നിങ്ങളുടെ ആ ശഹവത്തിനെ, നിങ്ങളുടെ ആഗ്രഹത്തെ ഹറാമിലാണ് നിങ്ങൾ ചെലവാക്കിയതെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് പരലോകത്തിൽ ശിക്ഷ നേടേണ്ടി വരൂലേ, നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരൂലേ? അതേ എന്ന് സഹാബാക്കൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ശഹവത്തിനെ അള്ളാഹുവിന്റെ വഴിയിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഹദീസ് വിശാലമായ അർത്ഥം കുറിക്കുന്നതായി ഹദീസ് മദീന ഇമാം ഇന്ന് വിശദീകരിച്ചതായ ഭാഗമാണ്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് അതിന്റെ വിശാലമായ അർത്ഥത്തിലൂടെയാണ് ഇന്ന് മദീന ഇമാം വിവരിച്ചത്. അതുകൊണ്ട് നാം നമ്മുടെ നഫ്സിന് വേണ്ടി ചെലവഴിക്കുന്നതും അത് സദഖയാണ്. നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി നാം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് അതിന് നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന ശരീരം അത് ഇബാദത്ത് ചെയ്യുന്ന ശരീരമാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച ആ ഉജ്ജഹത്ത് ഓതി അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതായ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന്, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ആരാധന, നിന്നോട് മാത്രമാണ് ഞങ്ങളുടെ സഹായം എന്നീ ആ സത്യവചനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതായ ആ സത്യവിശ്വാസി അവൻ തിന്നുന്നതായ തീറ്റ, അവൻ കഴിക്കുന്നതായ ഭക്ഷണം അത് അവന് സദഖയാണ്, അവന് അത് പ്രതിഫലം ലഭിക്കുന്ന ഭാഗമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗം അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ് ഓതുകയുണ്ടായി. ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ വഴിയിൽ നീ ചെലവഴിക്കുന്നതായ ഒരു ദീനാർ, അതുപോലെ തന്നെ ദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, അതുപോലെ തന്നെ നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതായ ദീനാർ, അതുപോലെ തന്നെ ദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, അല്ലെങ്കിൽ ഒരു മിസ്കീനു വേണ്ടി നീ ചെലവഴിച്ചതായ ദീനാർ, അതുപോലെ തന്നെ ദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതായ ഒരു ദീനാർ. ഈ ദീനാറുകളെല്ലാം നാം ഒരുമിച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ റസൂൽ പറയുന്ന ഏറ്റവും പ്രതിഫലമുള്ളതായ ദീനാർ ഈ കൂട്ടത്തിലേതാണ്? അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കുന്നതായ ആ ദീനാറാണ്. എന്തുകൊണ്ട്? അത് നിർബന്ധ ബാധ്യതയാണ് നീ അവർക്ക് ചെലവഴിക്കുക എന്നത്. അപ്പോൾ നിനക്ക് പ്രതിഫലം വർദ്ധിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് നിന്റെ കുടുംബത്തിനെ നീ
പട്ടിണി കിടത്തിയിട്ട് നീ മറ്റുള്ളവർക്ക് സഹകരണം ചെയ്യുക, അത് വിഡ്ഢിത്തമാണ്, പാടില്ലാത്തതാണ്. അപ്രകാരം തന്നെ നിന്റെ സ്വന്തം നഫ്സിനെ നീ പട്ടിണി കിടത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, അതും ഇസ്ലാം വിരോധിക്കുന്നതായ ഭാഗമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഈ വാക്കിൽ നിന്നിട്ട് ഇന്ന് മദീന ഇമാം ഡോക്ടർ ഖാലിദ് അൽ മുഹന്ന ഓതിയതായ ഹദീസിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ ഭാഗം. ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നതായ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിനെ ഇന്ന് മദീന വിശദീകരിക്കുകയുണ്ടായി. ഒരു സഹാബി, അദ്ദേഹം അൻസാരിയാണ്, അബൂ മദ്കൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സഹാബി അദ്ദേഹത്തിന്റെ അടിമയെ മോചിപ്പിച്ചു. എങ്ങനെയാണ് മോചിപ്പിച്ചത്? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ അടിമ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പര് മുഫലിസായി, മൂപ്പര് കാശില്ലാത്ത ആളായി, മൂപ്പര് ദാരിദ്ര്യനായി, മൂപ്പര് പ്രയാസമുള്ള ആളായി മാറി, മൂപ്പര് മറ്റുള്ളവരോട് കൈനീട്ടേണ്ടതായ ഗതികളിലേക്ക് എത്തിയ വ്യക്തിയായി മാറി. റസൂലുള്ളാഹിക്ക് വിവരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇത്ഖിനെ ബാത്തിലാക്കി. അങ്ങനെ ഇത്ഖ് ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. പണ്ട് കാലഘട്ടങ്ങളിലുള്ള സംഭവമാണ്, ഇപ്പോൾ അതില്ല, ഇപ്പോൾ അത് വ്യാപകമല്ല. അതൊക്കെ ഇസ്ലാമിക യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ളതായ സംഭവമാണ്. അപ്പോൾ ആ സഹാബി ആ ഇത്ഖ് ചെല്ലിയതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് ബാത്തിലാണെന്ന് പ്രവർത്തനത്തിലൂടെ കുറിച്ചു. ആ സഹാബിയെ വിളിപ്പിച്ചു. എന്നിട്ട് അടിമയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അടിമയെ അവിടെ ലേലം വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലേലം വിളിച്ചു എന്ന് പറഞ്ഞാൽ ആരാണിത് വാങ്ങുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ മഹാനായ അബൂ നുഐം റളിയല്ലാഹു തആല അൻഹു 800 റിയാൽ ആ അടിമയെ വാങ്ങിയതായ സന്ദർഭത്തിൽ 800 റിയാൽ വാങ്ങിയിട്ട് ഈ ദാരിദ്ര്യനായ ഈ അടിമയുടെ സയ്യിദായ ആ യജമാനനായ അബൂ മദ്കൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇത് ചെലവഴിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ ചോദിച്ചു, ആർക്കാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ ആദ്യം ചെലവഴിക്കുക, നിങ്ങളുടെ നഫ്സിന് കടമുള്ള കടങ്ങളൊക്കെ വീട്ടുക. എന്നിട്ട് ചോദിച്ചു സഹാബി, അങ്ങനെ അത് ശേഷിച്ചാൽ പിന്നെന്ത് വേണം? നിന്റെ കുടുംബത്തിന് ചെലവഴിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നിന്റെ നഫ്സിന് ചെലവഴിച്ചതിന് ശേഷം, നിന്റെ കുടുംബത്തിന് ശേഷം ചെലവഴിച്ചതിന് ശേഷം അതിൽ ബാക്കിയാവുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും അത്യാവശ്യമുള്ളവർ, അഥവാ ഏറ്റവും ആതിദൽ ഖുർബ ഹഖഹു എന്ന ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബക്കാർക്കാണ് ആദ്യം അവകാശം നിറവേറ്റേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ കഴിവില്ലാത്തവരാരുണ്ട് എന്ന് നോക്കിയിട്ട് അവർക്കാണ് നാം കൊടുക്കേണ്ടതായ അവകാശങ്ങൾ കൊടുക്കേണ്ടത്, സദഖ ചെയ്യേണ്ടത്, ധർമ്മം ചെയ്യേണ്ടത്. ആതിദൽ ഖുർബ ഹഖഹു എന്നിട്ടാണ് വൽ മിസ്കീന വബ്ന സബീൽ, മിസ്കീന്മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ 800 റിയാൽ കൊണ്ടുപോയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ നഫ്സിന് വേണ്ടി ചെലവഴിക്കുക, അത് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക, അത് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നിന്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ അഥവാ നിന്റെ ദൂരത്തുള്ള അഖ്രിബാകളുടെ കൂട്ടത്തിൽ ആരെല്ലാം കഴിവില്ലാത്തവരുണ്ട് അവർക്ക് നീ ചെലവഴിക്കുക. എന്നിട്ടും ബാക്കിയായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൈ കൊണ്ട് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തിലേക്കും ഇങ്ങനെ ഇശാറ ചെയ്തു. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആ കഴിവില്ലാത്തവർക്ക് നിങ്ങൾ, അഥവാ കുടുംബക്കാരല്ലാത്തവരായ കഴിവില്ലാത്തവർക്ക് നിങ്ങൾ അത് വിതരണം ചെയ്തു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഈ മഹാ അർത്ഥവത്തായ ഈ ഹദീസ് ഇന്ന് മദീന ഇമാം ഓതിയതായ ഹദീസാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട്. നമ്മുടെ കൂടെ ദാരിദ്ര്യമുള്ള ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതോടുകൂടി എത്തിക്ക ചെല്ലാൻ റസൂലുള്ളാഹി എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. അത് മടക്കിയെടുക്കാൻ പറഞ്ഞു ആ പറഞ്ഞതായ ആ എത്തിക്കനെ. എന്നിട്ട് അദ്ദേഹത്തിൽ നിന്നിട്ട് അത് ആ സ്വത്ത് വിൽപ്പന നടത്തുകയും എന്നിട്ട് അദ്ദേഹത്തിന് കടം വീട്ടുകയും ചെയ്തു. അപ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്വശരീരത്തിന് ആവശ്യമുള്ളത് ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമുള്ളത് എന്നല്ലാതെ അമിതമായിട്ടല്ല, അമിതമാക്കലല്ല, ഇസ്റാഫ് അല്ല, തബ്ദീറല്ല, വേസ്റ്റാക്കലല്ല ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് ചെലവഴിക്കുക. അത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്ന അർത്ഥത്തിലേക്ക്. അതെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, ഖൈറുസ് സദഖതി മാ കാന അൻ ളഹരി ഗിന, ഏറ്റവും ഉത്തമമായ സദഖ അത് ലഹ്റ് ഗിന എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞതിന്റെ ശേഷം, സ്വന്തം ആവശ്യം കഴിഞ്ഞതിന്റെ ശേഷം ചെയ്യുന്നതായ ധർമ്മമാണ്. സ്വന്തം ആവശ്യം കഴിഞ്ഞതിന്റെ ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ ധർമ്മമാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം. ഇത് ഖുർആൻ പറയുന്നതാണ്, ഹദീസ് മാത്രമല്ല. അല്ലാഹു പറയുന്നു, മദീന ഇമാം ഓതിയിട്ടില്ലെങ്കിലും എന്റെ ഓർമ്മയിൽ വരികയാണ്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഖുർആനിലുള്ളതായ ആയത്താണ്.
അവർ ചോദിക്കുകയാണ് എങ്ങനെയാണ് ചെലവഴിക്കേണ്ട രൂപം എങ്ങനെയാണ്. ഖുൽ നിങ്ങൾ പറയുക അൽ അഫു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങളുടെ സ്വന്തം ആവശ്യം കഴിഞ്ഞിട്ട് സ്വന്തം പട്ടിണി തീർത്തിട്ട് സ്വന്തം കുടുംബത്തിന്റെ പട്ടിണി തീർത്തിട്ട് ശേഷിക്കുന്നതാണ് മറ്റുള്ളവർ കൊടുക്കേണ്ടത് എന്നാണ് ഇസ്ലാം കൽപ്പിച്ചത്, എന്നാണ് ഖുർആൻ കൽപ്പിച്ചത്. അതാണ് മദീന ഇമാം ഓതിയതായ ഹദീസിലും കാണുന്നത്. അതെ, ഉബ്ദ ബിമൻ തഊൽ ഹദീസിന്റെ പരിപൂർണതയിൽ നേരത്തെ നാം കേട്ടതായ അത് അർത്ഥം തന്നെയാണ്. നാം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും ആവശ്യപ്പെട്ടവർ കുടുംബത്തിൽ, ഏറ്റവും ആവശ്യമുള്ള ഒരു കുടുംബത്തിൽ അവരെയാണ് നാം മുന്തിക്കേണ്ടത്. ഫർളായ സക്കാത്ത് ആകുമ്പോൾ ആ 8 ഇനം ആരാണെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ആ 8 ഇനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ആ 8 ഇനങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദുള്ളവരായ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ശിർക്ക് ചെയ്യാത്തവരായ കുടുംബ മെമ്പർമാരുണ്ടെങ്കിൽ അവരെയാണ് മുന്തിക്കേണ്ടത്. കഴിവില്ലാത്തവരാണ് അവരുടെ കൂട്ടത്തിലുള്ളതെങ്കിൽ, കഴിവില്ലാത്തവർ തൗഹീദുള്ളവരുണ്ടെങ്കിൽ കുടുംബക്കാരിൽ അവരെയാണ് മുന്തിക്കേണ്ടത്. എന്നിട്ട് അതിന്റെ ശേഷമുള്ളതായ കുടുംബക്കാരുടെ കൂട്ടത്തിൽ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നവർ, ഭാര്യയ്ക്ക് സക്കാത്തില്ല, നാം ചെലവ് കൊടുക്കേണ്ടതായ മക്കൾക്ക് സക്കാത്തില്ല എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായ കുടുംബക്കാരാണ് ഞാൻ പറയുന്നത്. അതെ, അതുപോലെ തന്നെ മദീന ഇമാം അവസാനം പറയുകയുണ്ടായി, ഇവിടെയെല്ലാം നാം കാണുന്നത് നേരത്തെ അഥവാ ഇതുവരെ കേട്ടതായ ഹദീസുകളുടെ കൂട്ടത്തിലെല്ലാം നാം ചെലവഴിക്കുമ്പോൾ നമ്മുടെ നഫ്സിന് പരിഗണന നൽകണം, നമ്മുടെ സ്വന്തം നഫ്സിന് പരിഗണന നൽകണം, നമ്മുടെ കൂട്ടുകുടുംബക്കാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സന്താനങ്ങൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് അവർക്ക് പരിഗണന നൽകണം. അത് കഴിഞ്ഞാലാണ് മറ്റുള്ളവരിലേക്ക് ചെല്ലേണ്ടത്. ഇഫത്തുൻ നഫ്സിന് എന്നാണ് നാം പഠിച്ചത്. അപ്പോൾ നമ്മുടെ നഫ്സിനെ നാം രക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ ധർമ്മത്തിലൂടെ നമുക്ക് പരലോക മോചനം ലഭിക്കുന്നു, പരലോക മോക്ഷം ലഭിക്കാനുള്ളതായ മാധ്യമമായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര കഴിയുന്നു അത്ര നാം ചെലവഴിക്കുക. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടുക്കലുള്ളതായ ഒരു റുപ്പിക കോടീശ്വരന്റെ അടുക്കലുള്ളതായ കോടിയുടെ സ്ഥാനത്താണ് അള്ളാഹുവിന്റെ അടുക്കൽ എന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ചുരുക്കമല്ലേ, ഇത് അല്പമല്ലേ, ഇതുകൊണ്ട് എന്ത് ഫലം കിട്ടുമെന്നൊന്നും ആർക്കും തോന്നിപ്പോകരുത്. മദീന ഇമാമ് വേറൊരു ഹദീസ് ഓതുകയുണ്ടായി, സത്യവിശ്വാസികൾക്കെല്ലാം ധർമ്മം ചെയ്യുക എന്നത് അവരുടെ ബാധ്യതയാണ്. സാധിക്കുമെങ്കിൽ, അത് ഞാൻ കൂട്ടിയതാണ്, സാധിക്കുമെങ്കിൽ അങ്ങനെയാണല്ലോ, സാധിക്കുമെങ്കിൽ ധർമ്മം ചെയ്യണം. അങ്ങനെ സാധിച്ചില്ലെങ്കിലോ, സഹാബാക്കളുടെ ചോദ്യം, സാധിച്ചില്ലെങ്കിലോ റസൂലെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്യും? അപ്പോൾ അവൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ സ്വയം പ്രവർത്തിക്കട്ടെ. അപ്പോൾ ധർമ്മം ചെയ്യാൻ സാധിക്കാത്തത് ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും അവൻ ജോലി ചെയ്യാത്തതുകൊണ്ടായിരിക്കും. റസൂൽ പറയുന്നു, അവന്റെ കൈകൊണ്ട് പ്രവർത്തിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവർക്ക് ഫലം കിട്ടുന്ന രൂപത്തിലുള്ള സമ്പാദ്യം സമ്പാദിക്കട്ടെ, എന്നിട്ട് അവൻ ധർമ്മം ചെയ്യട്ടെ. അതിനും സാധിച്ചില്ലെങ്കിലോ റസൂലെ ജോലി കിട്ടിയില്ല, ജോലി അന്വേഷിച്ച് ജോലി കിട്ടിയില്ല. അപ്പോൾ എന്ത് വേണം? അവനാൽ സാധിക്കുമെങ്കിൽ മറ്റുള്ളവരോട് സഹകരിക്കട്ടെ, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടെങ്കിൽ പ്രയാസം നീക്കാൻ വേണ്ടി പരിശ്രമിക്കട്ടെ. സാമ്പത്തികമായ സഹായം തന്നെ ആയിക്കൊള്ളുമെന്നില്ലല്ലോ സഹായം, വേറെയും സഹായങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സഹായങ്ങൾ അവന്റെ ശരീരം കൊണ്ട് അവൻ ചെയ്യട്ടെ. അതും സാധിച്ചില്ലെങ്കിലോ റസൂലേ ചോദിക്കുകയാണ്. അപ്പോൾ അവന്റെ നാവിന് കഴിവുണ്ടെങ്കിൽ, അവന് എൽമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അവൻ നന്മ ഉപദേശിക്കട്ടെ, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കട്ടെ, എന്നിട്ട് അത് അപ്രകാരം തന്നെ തിന്മ വിരോധിക്കട്ടെ. എന്നാലും അവൻ ജനങ്ങൾക്ക് ഫലമുള്ള ആളായി മാറണം, പ്രശ്ന മനുഷ്യനായി മാറണം എന്ന് റസൂൽ പഠിപ്പിക്കും പോലെ അവൻ മറ്റുള്ളവർക്കും അവനും ഫലമില്ലാത്ത മനുഷ്യനായി ജീവിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഈ ചോദിച്ച വ്യക്തികളോട്, അവർ എന്ത് ചെയ്യട്ടെ? അവൻ അംർ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ചെയ്യട്ടെ, അതോടൊപ്പം മറ്റുള്ളവരെ അവൻ ദ്രോഹിക്കാതിരിക്കട്ടെ. അതൊരു വലിയ ധർമ്മമാണ്. മറ്റുള്ളവരുടെ ദ്രോഹത്തെ തൊട്ട് അവന്റെ നാവിനെ സംരക്ഷിക്കുക, മറ്റുള്ളവരെ നാവിലൂടെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരെ നാവിലൂടെ ശല്യപ്പെടുത്താതിരിക്കുക, ഏഷണി പറയാതിരിക്കുക, ഭീഷണി നടത്താതിരിക്കുക, ഗീബത്ത് നമീമത്തൊക്കെ പറയാതിരിക്കുക. അങ്ങനെ മനുഷ്യന്മാരുടെ ശല്യത്തിൽ നിന്നിട്ട് നീ രക്ഷപ്പെട്ടാൽ, നിന്റെ നാവിനെ രക്ഷപ്പെടുത്തിയാൽ അത് തന്നെ മഹാസദഖയാണ്, മഹാധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗം ഇന്ന് മദീന ഇമാം ഓതിയതായ ഹദീസുകളുടെ കൂട്ടത്തിൽ കാണാം. ചുരുക്കത്തിൽ നമ്മുടെ മതം വളരെ വിശാലമായ ധർമ്മങ്ങൾ വ്യാപകമായി കിടക്കുന്നതായ ഖൈറാത്തുകളുടെ കൂമ്പാരങ്ങൾ കൂടിയതായ ഒരു മതമാണ്. നമുക്ക് ഏത് സന്ദർഭങ്ങളിലും എവിടെ ജീവിക്കുകയാണെങ്കിലും അവിടെയെല്ലാം അള്ളാഹുവിലേക്ക് എടുക്കാനുള്ള പല പല സദഖാത്തുകൾ, പല പല മാധ്യമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിൽ നാവ് കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിലൂടെയെല്ലാം നമ്മുടെ ഗ്രേഡ് ഉയരും. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ധർമ്മം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും, ധർമ്മം ചെയ്ത ആളായി മാറിക്കൊണ്ടേ ഇരിക്കും. നമുക്ക് നമ്മുടെ
നമ്മുടെ ആ സഫഹാത്തുകൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹസനാത്തുകളുടെ സഫഹാത്തുകളിൽ പട്ടികകളിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതായ പല പല മാധ്യമങ്ങളിൽ വിരിപ്പിൽ കിടക്കുന്ന ആളായിരുന്നാലും, രോഗിയായി കിടക്കുന്ന ആളായിരുന്നാലും, നടക്കാൻ പറ്റാത്ത ആളായിരുന്നാലും, അംഗവൈകല്യമുള്ള ആളായിരുന്നാലും, ബുദ്ധിയുണ്ടോ വിവേകമുണ്ടോ, നാവിൽ ചലിക്കുന്നുണ്ടോ, നാവ് ചലിക്കുന്നില്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോ, എന്നാൽ അവന് അമൽ ചെയ്യാനുള്ള, അവന് അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതായ പല പല മാധ്യമങ്ങളും, പല പല ധർമ്മങ്ങൾ ചെയ്യാനുള്ളതായ മാധ്യമങ്ങളും ഉള്ളതായ ഖൈറാത്തുകളുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മദീന ഇമാം തുടങ്ങി വെച്ചതായ ആ വിഷയത്തിന്റെ പരിപൂർണത അതേ വിഷയത്തോട് ബന്ധിക്കുന്നതായ ഹദീസുകൾ ഓതിക്കൊണ്ടാണ് അദ്ദേഹം സമാപിച്ചത്. ആ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും എന്റെ വിഷയത്തെ സമാപിക്കുന്നു. ഇതുവരെ പറഞ്ഞതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അവകൾ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ നമുക്ക് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക ഇമാം പറഞ്ഞതായ ആ വിജ്ഞാനം നേടിയെടുക്കുവാനും ആ വിജ്ഞാനത്തിൽ ആത്മാർത്ഥത പുലർത്തുവാനും അല്ലാഹുവിന് മാത്രമാക്കി മാറ്റുവാനും നാം പ്രതിഫലം വാങ്ങട്ടെ വാങ്ങാതിരിക്കട്ടെ, നാം വിജ്ഞാനങ്ങളെ ഫലപ്രദമാക്കുന്ന സന്ദർഭത്തിൽ അതിൽ ആത്മാർത്ഥതയുണ്ടാകുവാനും വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്രകാരം തന്നെ ആ ഇൽമ് പഠിക്കുന്നതായ സന്ദർഭത്തിൽ അത് പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യവും കൂടി നാം പഠിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. നാം വെറും ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതായ അപകടത്തിൽപ്പെടുക. അതേ സമയത്ത് പഠിക്കുന്നതായ ഇൽമ് ഞാൻ വളരെ നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് ഞാൻ സ്വയം അമൽ ചെയ്യണം, മറ്റുള്ളവർക്ക് ആ ഇൽമ് എത്തിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത്തരം പഠനത്തിൽ അവന് നേടേണ്ടതായ നേട്ടം സാധിച്ചില്ലെങ്കിലും ആ നിയ്യത്തിലൂടെ അവന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നാം മക്ക ഇമാം പറഞ്ഞ രൂപത്തിൽ ഇൽമ് നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ പരിസരങ്ങളെ എല്ലാം ഇൽമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ ചുറ്റുപാടുകൾ, എല്ലാ മാധ്യമങ്ങൾ, എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നാം കൂട്ടാളിയായി മാറേണ്ടതുമാണ്. അതുപോലെ തന്നെ ഖൈറാത്തുകളുടെ കൂമ്പാരം നിറഞ്ഞു കിടക്കുന്ന ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയതായ ഉമ്മത്ത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായ നാം മദീന ഇമാം പറഞ്ഞതുപോലെ ആ ഖൈറാത്തുകളെല്ലാം ആസ്വദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതും അതിലൂടെ അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗികളുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹീകളായ ഇണകൾ അല്ലാഹു നൽകട്ടെ. ഉള്ളവരുടെ ഇണകളെ എല്ലാം സാലിഹീകളായ ഇണകളാക്കി മാറ്റട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.